ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാസ്ക് ബേൺ ചീസ് കേക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലേ, അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അടിപൊളി ടേസ്റ്റാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ടെക്സ്ചറാണ്. ആ സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു സ്പാനിഷ് കേക്കാണിത്. കുറച്ച് ചോക്ലേറ്റുമായിട്ട് സെർവ് ചെയ്താൽ അടിപൊളിയാണ്. സാധാ ചീസ് കേക്ക് പോലെ ഇതിന് ക്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പ്യുവർ ചീസ് കേക്ക്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 400 ഗ്രാം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് ഞാനിവിടെ എടുത്തത്. ക്രീം ചീസ് സ്പ്രെഡ് യൂസ് ചെയ്യരുത്, പ്യുവർ ക്രീം ചീസ് തന്നെ എടുക്കുക. നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. നമ്മൾ എടുക്കുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് പുറത്ത് വെക്കണം. ഇനി നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് സ്മൂത്ത് ആകുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം ബീറ്റ് ചെയ്താൽ ചീസ് കേക്ക് ആയി വരുമ്പോൾ അതിൽ ക്രാക്ക് ഉണ്ടാവും. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ചിട്ടൊന്നുമില്ല. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് മുട്ടയാണ് ചേർക്കേണ്ടത്. 3 എണ്ണം ചേർക്കണം. ഒരുമിച്ച് ചേർക്കരുത്. ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം അടുത്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3 ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും തണുപ്പുണ്ടാവാൻ പാടില്ല. അങ്ങനെ 3 മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. അതിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. പുളിയില്ലാത്ത കട്ടത്തൈരാണ്, അല്ലെങ്കിൽ യോഗർട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വനില എസൻസും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാവും. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ക്രീം ചീസ് അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആവുമെങ്കിൽ പോലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഒരു ബേക്കിംഗ് ടിൻ എടുക്കുക. ഒരു റൗണ്ട് ടിൻ തന്നെ എടുക്കുക. അതിൽ നന്നായിട്ടൊന്ന് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുക. കനം കുറഞ്ഞ ബേക്കിംഗ് പേപ്പർ ആണെങ്കിൽ 2 ഷീറ്റെങ്കിലും വെച്ച് കൊടുക്കണം. ഇനി ആ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എത്രത്തോളം ടാപ്പ് ചെയ്യാവോ അത്രയും നല്ലത്. അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ശരിക്കും ചീസ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ അത് കട്ട് ചെയ്ത് കഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കി വന്ന 2 പീസ് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചപ്പോൾ അതാണ് പിറ്റേന്ന് കഴിച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വിലയൊന്നും കൊടുത്ത് പുറത്ത് വാങ്ങിക്കാതെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അതിൻ്റെ ടെക്സ്ചറും അടിപൊളിയാണ്. കുറച്ച് ഗനാഷി ഒഴിച്ചാണ് ഞാൻ സെർവ് ചെയ്തത്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തത്. ഗനാഷി അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.